Hello. 1 divided by 1 plus 1 divided by 1 plus 1 divided by 1 plus 1 divided by 2. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പരാന്തസിസ് ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം കർലി, അതിനുശേഷം സ്ക്വയർ. അപ്പോൾ പരാന്തസിസിൽ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ 2. ഇനി നമുക്ക് 1 പ്ലസ് 1 ബൈ 2 സോൾവ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ബൈ 2 വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 ഡിവൈഡഡ് ബൈ 3 ബൈ 2 ആണ്. പരാന്തസിസ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി കേർലിയാണ്. അതിൽ 1 ഡിവൈഡഡ് ബൈ 3 ബൈ 2 സോൾവ് ചെയ്യാം. 1 ഡിവൈഡഡിൽ 1 ഇൻറ്റു 2 ബൈ 3 ആവും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഇൻറ്റു 2 ബൈ 3. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ബൈ 3. ഇനി 1 പ്ലസ് 2 ബൈ 3 ആണ് സോൾവ് ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 2 ബൈ 3. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ 5 ബൈ 3 വരും. നമ്മൾ കേർലിയും സോൾവ് ചെയ്തു. നെക്സ്റ്റ് ചെയ്യുന്നത് സ്ക്വയർ ആണ്. അതിൽ 1 ഡിവൈഡഡ് ബൈ 5 ബൈ 3 എന്നുള്ളത് 1 ഇൻറ്റു 3 ബൈ 5 ആയിട്ട് മാറും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3 ബൈ 5. നമ്മൾ 5 ഇൻറ്റു 1 പ്ലസ് 3 ബൈ 5. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 8 ബൈ 5. അപ്പോൾ 1 ഇൻറ്റു 5 ബൈ 8 ആവും. ഈക്വൽ ടു 5 ബൈ 8 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പരാന്തസിസ് ആണ് സോൾവ് ചെയ്യുന്നത്. അതിനുശേഷം കേർലി, ലാസ്റ്റ് സ്ക്വയർ.